Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ EST 120 ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്നുള്ള പാർട്ട് 6 ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ കേരള ബിൽഡിംഗ് റൂൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കേരള ബിൽഡിംഗ് റൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് അത് മോഡിഫൈ ചെയ്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കേരള ബിൽഡിംഗ് റൂൾസിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. രണ്ടാമത്തത് ഡിഫറെൻറ്റ് ടെർമിനോളജീസ് യൂസ്ഡ്, അതായത് ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ടെർമിനോളജീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് എന്താണ്, ഒരു പ്ലോട്ട് എന്താണ്, ഫ്ലോർ ഏരിയ എന്താണ്, നമ്മുടെ പ്ലോട്ട് ഏരിയ എന്താണ്, കാർപ്പറ്റ് ഏരിയ എന്താണ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസും ഇൻഫർമേഷൻസൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഈ ഡിഫറെൻറ്റ് ടെർമിനോളജീസ് യൂസ്ഡ്. കാരണം ഭാവിയിൽ നമ്മളും വീട് വെക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും സ്ഥാപനമോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് സാങ്ഷൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അതെന്താണെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. കേരള ബിൽഡിംഗ് റൂൾസ്. The building construction activities are regulated by a set of rules and guidelines called building regulations. എല്ലാ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയും റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് റൂൾസും ഗൈഡ് ലൈൻസും, അതിനെയാണ് നമ്മൾ ബിൽഡിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും പിന്നെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതടങ്ങിയിരിക്കുന്ന ബുക്കിനെയാണ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനാണ് നമ്മൾ ബിൽഡിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബിൽഡിംഗ് റെഗുലേഷൻസ് ആർ ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ NBC ഗൈഡ് ലൈൻസ്. ഓൾറെഡി NBC എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, നാഷണൽ ബിൽഡിംഗ് കോഡ്. ഈ നാഷണൽ ബിൽഡിംഗ് കോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബിൽഡിംഗ് റെഗുലേഷൻസ് ഓരോ സംസ്ഥാനവും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരള ബിൽഡിംഗ് റൂൾസ് അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റെഗുലേഷൻസ് ചെയ്തേക്കുന്നതും NBC ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ്. Rules are framed based on various aspects like development and land use pattern, utilization of natural resources like sunlight and breeze, scope for future development of roads and public utilities, current and projected population growth, settlement pattern of people engaged in agriculture, commercial and industrial sectors. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് റെഗുലേഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, ഡെവലപ്മെൻറ്റ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയിൽ അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ് നടക്കുന്നത്. ലാൻഡ് യൂസ് പാറ്റേൺ എന്ന് വെച്ചാൽ അവിടെ അഗ്രികൾച്ചർ ഫീൽഡ് ഏത് പൊസിഷനിലാണ് വരുന്നത്, സ്കൂളുകളൊക്കെ എവിടെയാണ് വരുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, സൺലൈറ്റും കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ബിൽഡിങ് വെക്കുന്നതിന് ഓരോ പൊസിഷൻസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, സ്കോപ്പ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റീസ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ഗവൺമെൻറ് റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു പാത്തിൽ കൂടെയാണ് നമ്മുടെ ഫീൽഡ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ബിൽഡിങ്സ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റീസ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ കറണ്ട് ആൻഡ് പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പർപ്പസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വീട് വെക്കാൻ പോകുന്നു, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് പിള്ളേരുണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തത്തിലെ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും വെക്കുന്നത്. ഇപ്പോൾ ശരിക്കും വീട്ടിലൊരാളെ ഉള്ളൂ എന്നും പറഞ്ഞ് ഒരു റൂമിൻ്റെ വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യൂ? ഇല്ല, നമ്മളൊരു 2-3 ബെഡ്റൂമിൻ്റെ വീടായിരിക്കും വെക്കുന്നത്. മാത്രമല്ല അത് ഫ്യൂച്ചറിൽ അംഗങ്ങൾ കൂടുമ്പോൾ നമുക്ക് മുകളിലേക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും നമ്മൾ താഴത്തെ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതിയിൽ ബിൽഡിംഗ് റെഗുലേഷൻസിൽ റൂൾസൊക്കെ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഓക്കെ, അതേപോലെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ. ഇപ്പോൾ നമ്മളൊരു
ഏത് സ്ഥലം എടുത്താലും അവിടെ ഒരു സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഫീൽഡൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും, ഇൻഡസ്ട്രീസൊക്കെ വേറൊരു സ്ഥലത്തായിരിക്കും. അതിൻ്റെ ഇടയിൽ കൊണ്ടൊന്നും ഒരിക്കലും റെസിഡൻഷ്യൽ ഏരിയ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആക്കി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. The building regulations also ensure the quality and safety in construction by the way of warranting the service of qualified professionals like architect, engineers, supervisors and town planners. ഇപ്പോൾ ഈ ബിൽഡിംഗ് റെഗുലേഷൻസ് നമുക്ക് സേഫ്റ്റിയും ക്വാളിറ്റിയും എൻഷുർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന് ആർക്കിടെക്ചറിൻ്റെ സാങ്ഷൻ വേണം, എൻജിനീയറിൻ്റെ സാങ്ഷൻ വേണം, സൈറ്റിലൊരു സൈറ്റ് എൻജിനീയറിംഗ് സൂപ്പർവൈസർ വേണം, പിന്നെ ടൗൺ പ്ലാനർ, വലിയ ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ ടൗൺ പ്ലാനറിൻ്റെ സാങ്ഷൻ വേണം. ഇതെല്ലാം കഴിഞ്ഞാലേ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ബിൽഡിംഗ് റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന എല്ലാ ക്രൈറ്റീരിയാസും ഫോളോ ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ക്വാളിഫൈഡ് ആൾക്കാരുടെയും സൂപ്പർവിഷനും സിഗ്നേച്ചറും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. It also plays an important role in providing legal base to the authorized constructions and also for tax collection authorities like local bodies, institution and revenue authorities. ഇപ്പോൾ കേരള ബിൽഡിംഗ് റൂൾസിൻ്റെ അകത്ത് ഈ ക്വാളിറ്റി സേഫ്റ്റി പോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ അകത്ത് ലീഗൽ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ടാക്സ് കളക്ഷൻ ക്രൈറ്റീരിയാസും എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ടാക്സ് ആണ് നമ്മൾ അടക്കേണ്ടത്, ആർക്കാണ് അടക്കേണ്ടത്, പഞ്ചായത്തിനാണോ മുനിസിപ്പാലിറ്റിക്കാണോ കോർപ്പറേഷനാണോ. അതേപോലെ ഇപ്പോൾ നമ്മളൊരു കോളേജ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ ടാക്സ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിൽഡിംഗ് റെഗുലേഷൻ അല്ലെങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേരള ബിൽഡിംഗ് റൂൾസ് വെർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ 1964, ലേറ്റർ റിവൈസ്ഡ് ഇൻ 1984. അപ്പോൾ കേരള ബിൽഡിംഗ് റൂൾസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1964 പിന്നീട് അത് ആദ്യമായിട്ട് റിവൈസ് ചെയ്തത്, അതായത് മോഡിഫൈ ചെയ്തത് 1984. ദ പ്രിവെയിലിംഗ് റൂൾസ് ആർ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് 1999 KMBR ഫോർ അർബൺ ഏരിയാസ്. അപ്പോൾ അർബൺ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഫോളോ ചെയ്യേണ്ടത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസാണ്. അടുത്തത് റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ 2011 വന്ന കേരള പഞ്ചായത്ത് റൂൾസാണ് വരുന്നത്. അപ്പം നമ്മുടെ സൈറ്റ് അർബൺ ഏരിയയിലാണോ റൂറൽ ഏരിയ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ ഇതിലേത് ഗൈഡ് ലൈൻസാണ് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. ഓക്കെ, നമുക്കിനി അടുത്തത് ഇതിൻ്റെ അകത്ത് വരുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പെർമിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പെർമിറ്റ് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണും. പെർമിറ്റ് എന്താണ്? നമുക്കൊരു ഓതറൈസേഷൻ തരിക എന്ന് പറയും. എന്ത് വർക്കാണെങ്കിലും ഒരു പെർമിറ്റ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്തോ എന്നുള്ള ഒരു ഓതറൈസേഷൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. ദ പെർമിഷൻ ഓർ ഓതറൈസേഷൻ ഇൻ റൈറ്റിംഗ് ബൈ ദ അതോറിറ്റി ടു ക്യാരി ഔട്ട് ദ വർക്ക്. ഒരു വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധികാരികളിൽ നിന്ന്, അത് ഗവൺമെൻറ് ആകാം, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആ ഒരു ലീഗൽ അതോറിറ്റി ആയിരിക്കാം, അവിടെ നിന്നും ഈ വർക്ക് ക്യാരി ചെയ്തോ എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് തരുന്ന ഒരു അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് തരുന്ന ഒരു പെർമിഷനെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സൈറ്റ്. പാർസൽ ഓർ പീസ് ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് ബൈ ഡെഫിനിറ്റ് ബൗണ്ടറീസ്, ഇറ്റ് ഈസ് കോൾഡ് പ്ലോട്ട്. അപ്പോൾ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറിയിൽ വേർതിരിച്ച് വെച്ചേക്കുന്ന ഒരു പീസ് ഓഫ് ലാൻഡ്. നമ്മുടെ സ്ഥലം നമ്മളൊരു ബൗണ്ടറി കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സർവേ ലൈൻസ് വെച്ചിട്ട് ഇത്ര ഏരിയയാണ് നമ്മൾ എന്നുള്ളത് നേരത്തെ പഞ്ചായത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസിഫൈ അല്ല, അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനാണ് നമ്മൾ സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയുന്നത്. സൈറ്റിനെ തന്നെ നമ്മൾ പ്ലോട്ട് എന്നും പറയാനുണ്ട്. അടുത്തത് സെറ്റ് ബാക്ക് ലൈൻ. The line usually parallel to the plot boundaries and laid in each case by the authority, beyond which nothing can be constructed towards the site boundaries. അതിപ്പോൾ നമ്മുടെ സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട്, നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന പ്ലോട്ട് ഇതാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അകത്ത് സെറ്റ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട്. അതായത് ഈ ബിൽഡിങ് നമുക്ക് ഒരിക്കലും ഈ ബൗണ്ടറിയോട് ചേർത്ത് കെട്ടാൻ പറ്റത്തില്ല. നമ്മുടെ പ്ലോട്ടിന് എപ്പോഴും 4 അതിരുകൾ കാണും അല്ലേ, 4 സൈഡിലും അതിനൊരു അതിര് കാണും. എന്ന് വെച്ചാൽ വാള് കെട്ടി നിർത്തണമെന്നല്ല,
ഒരു സർവേ ലൈൻസും കല്ലൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഒരു അതിര് കാണും. അപ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിങ് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മിനിമം ഡിസ്റ്റൻസ് നമ്മൾ 4 സൈഡിലും വിടേണ്ടി വരും. അതിനെയാണ് നമ്മൾ സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പൺ സ്പേസ്. ഏരിയ ഫോമിങ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്ലോട്ട് ലെഫ്റ്റ് ഓപ്പൺ ടു ദ സ്കൈ. The open space provided across the front is called front open space. For the rear side it is called the rear open space, and for sides it is called side open space. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഈ കാണുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാനാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ്. സ്റ്റെയർ നിങ്ങൾക്ക് കാണാം. ഈ കാണിച്ചേക്കുന്നതാണ് സ്റ്റെയർ. ഇതിങ്ങനെ നമ്മുടെ വാൾസാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ചുമരുകളാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഇവിടെ ഒരു ചുമരുണ്ട്. ഈ ഒരു ഡോറാണ് ഈ ഓപ്പണിങ് കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലാക്കിൽ കാണിച്ചേക്കുന്നതൊക്കെ ചുമരുകളാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യമേ സെറ്റ് ബാക്ക് ലൈൻ എന്താണെന്ന് പറയാം. സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ബൗണ്ടറി ഇത് ഇവിടെയാണ്, അവരുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറി, അതിര്. പക്ഷെ അവർ അതിനോട് ചേർത്തല്ല ബിൽഡിങ് പണിഞ്ഞേക്കുന്നത്. എന്താ, ഫ്രണ്ടിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്. അതിനാണ് സെറ്റ് ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ സൈഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്, ബാക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്, ഈ സൈഡിൽ നിന്നും കുറച്ച്, മുകളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പാരലായിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിടണം, എന്നിട്ടേ നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാ സൈഡിൽ നിന്നും നമുക്ക് സെറ്റ് ബാക്ക് വിടണം. എല്ലാ ബൗണ്ടറിയുടെ അതിരുകളിൽ നിന്നും നമ്മൾ കുറച്ച് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് മാറ്റിയിട്ട് നമുക്ക് ബൗണ്ടറി കെട്ടാൻ പറ്റും. ബിൽഡിങ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഓപ്പൺ സ്പേസ് എന്താണെന്ന് നോക്കുക. ഏരിയ ഫോമിങ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ പ്ലോട്ട് ലെഫ്റ്റ് ഓപ്പൺ ടു ദ സ്കൈ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ, ഈ ഒരു വലിയ പ്ലോട്ടിൽ ഇത്രയും പോർഷനിൽ ബിൽഡിംഗ് ഉണ്ട് അല്ലേ. ബാക്കി ഇത്രയും പോർഷൻ ഓപ്പൺ സ്പേസാണ്. ഇതൊക്കെ ഓപ്പൺ സ്പേസാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ടു ദ സ്കൈ, കൺസ്ട്രക്ഷനൊന്നും ഇല്ലാതെ നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. അത് 4 എണ്ണം ഉണ്ട്. ഫ്രണ്ട് ഓപ്പൺ സ്പേസ് ഉണ്ട്, റെയർ ഓപ്പൺ സ്പേസ് ഉണ്ട്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇടുന്ന ഓപ്പൺ സ്പേസിനെയാണ് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. ഈ ബാക്ക് സൈഡിൽ വിടുന്ന ഓപ്പൺ സ്പേസിനെയാണ് റെയർ ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. 2 സൈഡുകളിലും, ബിൽഡിങ്ങിൻ്റെ 2 സൈഡുകളിലും പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഓപ്പൺ സ്പേസിനാണ് നമ്മൾ സൈഡ് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലും, ഫ്രണ്ടിൽ വിടുന്നതിനെ ഫ്രണ്ട് ഓപ്പൺ സ്പേസ് എന്ന് പറയും, ബാക്കിൽ വിടുന്നതിനെ റെയർ ഓപ്പൺ സ്പേസ് എന്ന് പറയും. ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലായിട്ട് വിടുന്ന ഓപ്പൺ സ്പേസിന് നമ്മൾ സൈഡ് ഓപ്പൺ സ്പേസ് എന്ന് പറയും. ഓക്കെ, അടുത്ത ടെർമിനോളജി പ്ലിന്ത്. ഇത് ഓൾറെഡി നമ്മൾ പാർട്സ് ഓഫ് ബിൽഡിങ്ങിൽ പറഞ്ഞാണ്. The portion of a structure between the surface of the surrounding ground and the surface of the floor immediately above the ground. അതായത് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഗ്രൗണ്ട് ലെവൽ മുതൽ നമ്മൾ സ്റ്റെപ്പ് കയറി ആദ്യം ചവിട്ടുന്ന ഫ്ലോർ വരെയുള്ള അത്രയും പോർഷനെയാണ്, ബിൽഡിങ്ങിൻ്റെ പോർഷനെയാണ് നമ്മൾ പ്ലിന്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും അങ്ങനെ ആയിരിക്കും. ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം ചവിട്ടുന്ന ഫ്ലോർ, അപ്പോൾ ഗ്രൗണ്ട് ലെവൽ മുതൽ ആ സ്റ്റെപ്പ് വരെയുള്ള അത്രയും ബിൽഡിങ്ങിൻ്റെ പാർട്ടിനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അടുത്ത ഫ്ലോർ, ദ ലോവർ സർഫസ് ഇൻ എ സ്റ്റോറി ഓൺ വിച്ച് വൺ വാക്സ് ഇൻ എ ബിൽഡിംഗ്. നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മൾ നടക്കുന്ന ഏറ്റവും താഴത്തെ ലെവലിൽ നമ്മൾ നടക്കുന്ന സ്പേസിനെയാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത്. അടുത്തത് പ്ലോട്ട് ഏരിയ, ദ ഏരിയ ഇൻക്ലോസ്ഡ് ബിറ്റ്വീൻ പ്ലോട്ട് ബൗണ്ടറീസ്. അടുത്തത് കവേർഡ് ഏരിയ, ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ പ്ലിന്ത് ലെവൽ. ഗാർഡൻസ്, വെൽസ്, ഡ്രെയിനേജ്, കൾവർട്ട്, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, അൺകവേർഡ് സ്റ്റെയർ കേസ്, റാംസ്, വാച്ച്മാൻസ് ബൂത്ത്, ഗാരേജ്, ഷാഫ്റ്റ് എക്സെട്ര ആർ എക്സ്ക്ലൂഡഡ് ഫ്രം കവേർഡ് ഏരിയ. അപ്പോൾ പ്ലോട്ട് ഏരിയ ഉണ്ട്, കവേർഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ അതിരെന്ന് വിചാരിച്ചു, പ്ലോട്ടിൻ്റെ അതിര്. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണോ ലാൻഡ് ഉള്ളത് ആ ലാൻഡിൻ്റെ ഫുൾ ഏരിയനെയാണ് നമ്മൾ പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ വരും. ഇനി കവേർഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി
പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിൻ്റെ മുകളിൽ ബിൽഡിങ് കവർ ചെയ്യുന്ന മാത്രം ഏരിയനെയാണ് നമ്മൾ കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ബിൽഡിങ് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് നമ്മുടെ സിറ്റ് ഔട്ടാണ്, ഇത്രയും പോർഷൻ. പിന്നെ ബിൽഡിങ്ങിൻ്റെ ചുമര് ഇങ്ങനെ അങ്ങ് പോവും, ഇവിടം വരെ വരും. ഇത്ര ഏരിയയാണ് നമ്മുടെ കവേർഡ് ഏരിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലോട്ടിൻ്റെ അകത്ത് എത്ര ഏരിയ ആണ് ബിൽഡിങ്ങിന് വേണ്ടി കവർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് എന്ത് വരില്ല, പുറത്ത് വെല്ലുണ്ടെങ്കിൽ വെല്ലെടുക്കേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഡ്രെയിനേജ്, പുറത്തുള്ള ഡ്രെയിനേജ്, കൾവർട്ട്, പുറത്തുള്ള കോമ്പൗണ്ട് വാള്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ്, ഗാർഡൻ, ഇതൊന്നും ഈ കവേർഡ് ഏരിയയുടെ അകത്ത് വരില്ല. അടുത്തത് പ്ലിന്ത് ഏരിയ. ദ ബിൽറ്റ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെൻറ്റ് ഓർ ഓഫ് എനി സ്റ്റോറി. അപ്പോൾ ഒരു നില കെട്ടിടമായിരിക്കാം, 2 നില കെട്ടിടമായിരിക്കാം, എത്ര ഫ്ലോർ സ്റ്റോറിയുള്ള ബിൽഡിങ്ങും ആയിരിക്കാം. ബിൽറ്റ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ, നമ്മൾ ഫ്ലോറിൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന എത്ര ഏരിയനാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ എന്താണ്, അതിൻ്റെ ചുറ്റിനും നമ്മുടെ മതിലിൻ്റെ പുറത്ത് ചെറിയൊരു പ്രൊജക്ഷൻ കാണാം. ഇതുപോലെ മതിൽ ഔട്ടർ വാൾസ് ചെറുതായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇവിടെ നിന്നായിരിക്കും നമുക്ക് വാൾസ് വരുന്നത് അല്ലേ? നമ്മുടെ സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ കയറി ചെല്ലുന്നു, നേരെ ഫ്ലോറിലേക്ക് പോകും. ഇനി ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നിടത്ത് ഈ പോർഷനിൽ നിന്നായിരിക്കും വാൾസ് വരുന്നത്. ഈ വാൾസിൻ്റെ പുറത്ത് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്, ഒരു 5 സെൻറ്റിമീറ്റർ ഒരു പ്രൊജക്ഷൻ കാണും. ശരിക്കും ആ ലൈനിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു ഏരിയ എടുത്ത് പോയി കഴിഞ്ഞാൽ അതാണ് ഈ പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ. അടുത്ത ഫ്ലോർ ഏരിയ. ദ ബിൽട്ട് അപ്പ് കവേർഡ് ഏരിയ ഇൻ ഓൾ ഫ്ലോർസ് ഇൻക്ലൂഡിങ് ബേസ്മെൻറ്റ് ഫ്ലോർ. ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് ബിൽട്ട് അപ്പ് ഏരിയ. അതായത് ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 നില വീടാണെങ്കിൽ 3 നിലയുടെയും ഫ്ലോറിൻ്റെ ഏരിയ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. 1 നില വീടാണെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ ഫ്ലോർ എത്ര ഉണ്ടോ അത് ഔട്ടർ ടു ഔട്ടറായിട്ട് മെഷർ ചെയ്തിട്ട് ഏരിയ എടുത്താൽ മതി. ഇനി ഇപ്പം 2 നില വീടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു നില, ഇത് ഫസ്റ്റ് സ്റ്റോറി ആയിരിക്കും, ഇതേപോലത്തെ ഒരു നില മുകളിലുണ്ട് സെക്കൻഡ് സ്റ്റോറി. അപ്പോൾ 2 ഫ്ലോറിൻ്റെയും കൂടി ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഫ്ലോർ ഏരിയ. 3 നില ബിൽഡിംഗ് ആണെങ്കിൽ 3 നില, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇത് 3 ഫ്ലോറിൻ്റെ ഏരിയയും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഫ്ലോർ ഏരിയ. അടുത്തത് കാർപ്പറ്റ് ഏരിയ. ദ കവേർഡ് ഏരിയ ഓഫ് ദ യൂസബിൾ റൂംസ് അറ്റ് എനി ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിങ് ഏരിയ ഓഫ് വാൾസ്. The area of staircase, lift well, escalator, duct, etc. are excluded in carpet area. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഏരിയയാണ്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയേ, ഈ ഫിഗറിൻ്റെ അകത്ത് പ്ലിന്ത് ഏരിയയും കാർപ്പറ്റ് ഏരിയയാണ് പറയുന്നത്. പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ ഈ നീല കളറിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ വാൾസ്. ഇതിൻ്റെ അകത്ത് നീല കളറിൽ കാണിച്ചേക്കുന്നത് വാൾസും സ്റ്റെയറുമാണ്. ഈ കാണിച്ചേക്കുന്നതൊക്കെ വാൾസാണ്. അപ്പോൾ വാൾസിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ടാവും താഴത്ത്, ഒരു 5 സെൻറ്റിമീറ്റർ. ആ ലെവൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ലെവലിൻ്റെ ഔട്ടർ ഏരിയയാണ് നമ്മൾ ഈ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അത് വാൾസിൻ്റെ പുറത്തു നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ അകത്ത്, വാൾസിൻ്റെ അകത്ത് മാത്രം വരുന്ന ഏരിയ. ഈ പച്ചയിൽ മാത്രം കാണിച്ചേക്കുന്നത്, അത് സ്റ്റെയർ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, ടോയ്ലറ്റ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കാർപ്പറ്റ് ഏരിയ പറയാം. അപ്പോൾ പണ്ട് കാലത്ത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കാർപ്പറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് എത്ര ഏരിയയിൽ കാർപ്പറ്റ് ഇടാൻ പറ്റും, അതാണ് കാർപ്പറ്റ് ഏരിയ. അപ്പോൾ കാർപ്പറ്റ് ഏരിയ നമുക്ക് എവിടെ, ടോയ്ലറ്റിൽ കൊണ്ട് നമ്മൾ ആരും കാർപ്പറ്റ് ഇടില്ല, ലിഫ്റ്റ് ഉള്ളിടത്ത് കാർപ്പറ്റ് ഇടില്ല, സ്റ്റെയർ കേസ് ഉള്ളിടത്ത് ഇടില്ല, എസ്കലേറ്റർ ഉള്ളിടത്ത് ഇടില്ല, ഡക്റ്റ് ഉള്ളിടത്ത് ഇടില്ല. അപ്പോൾ സിമ്പിളായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കാർപ്പറ്റ് ഇടാൻ പറ്റിയ ഏരിയ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കാർപ്പറ്റ് ഏരിയ. എന്ന് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അകത്ത്, വാൾസിൻ്റെ അകത്ത്. ഇൻ ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് ഡാറ്റ ഫോർ കാൽക്കുലേറ്റിംഗ് കാർപ്പറ്റ് ഏരിയ, 20% ഓഫ് ദ ഫ്ലോർ ഏരിയ ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ ഫ്ലോർ ഏരിയ. അതായത് ഇപ്പോൾ കാർപ്പറ്റ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുന്നതാണ്, പക്ഷേ പ്രോപ്പറായിട്ട് കാർപ്പറ്റ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് 20% ഓഫ് ഫ്ലോർ ഏരിയ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്നതായിരിക്കും കാർപ്പറ്റ് ഏരിയ. അതായത് ഫ്ലോർ ഏരിയ കിട്ടി, ഒരു ഫ്ലോറിൻ്റെ ഏരിയ കിട്ടി,
ആ ഒരു ഫ്ലോറിൻ്റെ ഏരിയയുടെ 20% ഡിഡക്റ്റ് ചെയ്യുക. 20% ഡിഡക്റ്റ് ചെയ്യുക. ബാക്കിയുള്ള 80% ഏരിയയിലെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കാർപ്പറ്റ് ഏരിയ ആണെന്ന് കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ ഒരു ഫ്ലോറിൻ്റെ ഏരിയ 100 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ അവിടുത്തെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ 100ൻ്റെ 20% ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി, അതായത് 80%, 80 സ്ക്വയർ മീറ്റർ ആയിരിക്കും അവിടുത്തെ കാർപ്പറ്റ് ഏരിയ. ഇത് അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. നമുക്ക് ഫർദർ ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് പ്ലിന്ത് ഏരിയയും കാർപ്പറ്റ് ഏരിയ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പ്ലിന്ത് ഏരിയ ആയിരിക്കും വലുത്, കാരണം പ്ലിന്ത് ഏരിയ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഔട്ടറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഏരിയ ആണ്. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അകത്ത്, വാൾസിൻ്റെ അകത്ത് വരുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം, ഈ ഒരു വാളിൻ്റെ അകത്തുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഈ പച്ച കളറിൽ കാണിച്ചേക്കുന്ന ഏരിയ മുഴുവൻ, അതിനകത്ത് ടോയ്ലറ്റ് വിടൂല, സ്റ്റെയർ കേസ് വിടൂല, മറ്റ് ലിഫ്റ്റ്, ഡക്റ്റ് പോലത്തെ ഏരിയകളൊന്നും വിടൂല. അടുത്തത് ഫ്ലോർ ഏരിയ റേഷ്യോ. സിമ്പിളാണ്. ഫ്ലോർ ഏരിയ റേഷ്യോ ഇസ് ദ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ദ ഫ്ലോർസ് ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ അവിടുത്തെ പ്ലോട്ട് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫ്ലോർ ഏരിയ. അപ്പോൾ ഒരു നില വീടാണെങ്കിൽ ആ ഒരു നിലയുടെ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് പ്ലോട്ട് ഏരിയ, പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ. പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സെറ്റ് ബാക്കും എല്ലാം വരും, ബൗണ്ടറിയുടെ ഫുള്ളിലുള്ള ഏരിയ. ഇപ്പോൾ 2 നില ബിൽഡിംഗ് ആണെങ്കിൽ ആ 2 നിലയുടെയും കൂടി ടോട്ടൽ ഫ്ലോർ ഏരിയ എത്രയാണോ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. 3 നില ബിൽഡിംഗ് ആണെങ്കിൽ ടോട്ടൽ 3 നിലയുടെയും ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. അതാണ് FAR. 13ാമത്തത് ലാസ്റ്റ് വൺ, കവറേജ്. കവേർഡ് ഏരിയ ഓഫ് ദ ബിൽഡിംഗ്. കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. കവറേജ് എന്ന് പറഞ്ഞാൽ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്, അതായത് ടോട്ടൽ പ്ലോട്ട് ഇതിൻ്റെ അകത്ത് എത്ര ശതമാനം ഏരിയ ആണ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, പ്ലിന്ത് ഏരിയ എന്ന് ഡിവൈഡഡ് ബൈ അതിൻ്റെ പ്ലോട്ട് ഏരിയ. പ്ലിന്ത് ഏരിയ ആണല്ലോ നമ്മുടെ കവർ ചെയ്തേക്കുന്ന ഏരിയ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കവേർഡ് ഏരിയ പഠിച്ചു. കവേർഡ് ഏരിയ, ഈ കിട്ടിയേക്കുന്ന കവേർഡ് ഏരിയന്ന് ഇവിടെ കിട്ടിയേക്കുന്ന പ്ലോട്ട് ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കവറേജ് കിട്ടും. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജീസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓപ്പൺ സ്പേസ് റിക്വയർമെൻറ്റ്. അതായത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് പ്രകാരം ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ബൗണ്ടറി ഫ്രണ്ട് സൈഡിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് വിടണം, ബാക്ക് സൈഡിൽ എത്ര ഡിസ്റ്റൻസ് വിടണം, 2 സൈഡുകളിലും എത്ര ഡിസ്റ്റൻസ് വിടണം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. ആസ് പെർ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ്, ദ എക്സ്റ്റീരിയർ ഓപ്പൺ സ്പേസ് ആർ നെസസറി ഫോർ പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ റിക്വയർമെൻറ്റ്. അതായത് ഇപ്പോൾ ഇത് നമ്മുടെ ബൗണ്ടറി, ഈ ബൗണ്ടറിയിൽ ഫുള്ളും നമ്മൾ വീട് വെച്ച്, ഇതിപ്പോൾ അടുത്ത വീട്ടുകാരൻ്റെ ബൗണ്ടറി, അയാൾ ഇതിനെ കൊണ്ട് മുട്ടിച്ച് ഇവിടെ വീട് വെച്ചു. ഇത് അടുത്ത ആളുടെ ബൗണ്ടറി, അയാളും ഈ ബൗണ്ടറിനെ ഫുള്ള് കൊണ്ടുവന്ന് ബിൽഡിങ് വെച്ചു. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ വീടുകളിലേക്ക് സൺലൈറ്റും പ്രോപ്പറായിട്ടുള്ള കാറ്റും കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് വിടുന്നത്, എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ സ്പേസ് വിടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും പ്ലോട്ട് നമ്മുടെയാണ് എന്നും പറഞ്ഞിട്ട് ഈ പ്ലോട്ടിൻ്റെ അറ്റത്ത് കൊണ്ട് നമുക്ക് ഫുൾ സ്പേസ് എടുത്തുകൊണ്ട് നമുക്ക് ബിൽഡിങ് വെക്കാൻ പറ്റത്തില്ല. ഫുൾ സ്പേസ് എടുക്കണമെന്നല്ല, ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ബാക്കി സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ടല്ലോ, ഇത് മതിയല്ലോ എന്നും പറഞ്ഞ് വെക്കാൻ പറ്റത്തില്ല. ബിൽഡിങ് വെക്കുമ്പോൾ 4 സൈഡിൽ നിന്ന്, ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിടണം, ബാക്കിൽ നിന്ന് വിടണം, 2 സൈഡിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറ്റിയിട്ടേ നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ എത്രയൊക്കെ ഡിസ്റ്റൻസ് വെച്ച് വിടണമെന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ്റ്റീരിയർ ഓപ്പൺ സ്പേസ്, അതിനാണ് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയൊക്കെയാണ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എന്ന് നോക്കാം. എവരി ബിൽഡിംഗ് അപ് ടു 10 മീറ്റർ ഹൈറ്റ്, 10 മീറ്റർ ഇൻ ഹൈറ്റ് ഷാൽ ഹാവ് എ മിനിമം ഫ്രണ്ട് യാർഡ് ഓഫ് 10 മീറ്റർ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ക്ലിയറൻസ് ഫ്രം ബൗണ്ടറി. അതായത് 10 മീറ്ററിന്, ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 10 മീറ്ററിനേക്കാളും കുറവാണ്, അപ് ടു 5 മീറ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ലെസ് ദാൻ 10 മീറ്റർ ആണെങ്കിൽ നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറി ഇതാണ്. ഈ ബൗണ്ടറിയിൽ നിന്ന്
വിടേണ്ട ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് പറയുന്നത്. എത്രയായിരിക്കും? 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും വിടണം. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അതിൻ്റെ പ്ലോട്ടിലേക്ക് 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും വിടണം. ഇനി അടുത്തത്, ഫോർ എവറി ബിൽഡിംഗ് അപ് ടു 10 മീറ്റർ ഹൈറ്റ് ഷാൽ ഹാവ് എ മിനിമം റെയർ യാർഡ് ഓഫ് 2 മീറ്റർ. ബാക്കിൽ 10 മീറ്റർ വരെ ഹൈറ്റുള്ള ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ബാക്ക് ബൗണ്ടറിയിൽ നിന്ന്, അല്ലെ നമ്മുടെ പ്ലോട്ടിൻ്റെ ബാക്ക് ബൗണ്ടറിയിൽ നിന്ന് ബിൽഡിങ്ങിലേക്ക് 2 മീറ്റർ ലെങ്ത്തിലെങ്കിലും സ്ഥലം വിടണം. അടുത്തത്, ഫോർ എവറി ബിൽഡിംഗ് അപ് ടു 10 മീറ്റർ ഇൻ ഹൈറ്റ് ഷാൽ ഹാവ് ആൻ ഓപ്പൺ എയർ സ്പേസ് ഓഫ് നോട്ട് ലെസ് ദാൻ 1.5 മീറ്റർ ഇൻ വൺ സൈഡ് ആൻഡ് നോട്ട് ലെസ് ദാൻ 1 മീറ്റർ ഓൺ ദ അതർ സൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി, നമ്മുടെ അതിര്. നമ്മുടെ കയ്യിൽ ഇത്രയും പ്ലോട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ബിൽഡിങ് 10 മീറ്ററിൽ താഴെയാണ് അതിൻ്റെ ഹൈറ്റ് എങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ 3 മീറ്റർ സ്പേസ് വിടണം ബൗണ്ടറിയിൽ നിന്ന്. ബാക്കിൽ നമ്മൾ 2 മീറ്റർ സ്പേസ് ഇടണം. ഇനി ഒരു സൈഡിൽ 1.2 മീറ്ററും വിടണം. മറ്റേ സൈഡിൽ എനിക്കിവിടെ വരക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കയറ്റിയിട്ട് ഇങ്ങനെ വരച്ചേക്കുന്നത്. മറ്റേ സൈഡിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും വിടണം. അപ്പോൾ 10 മീറ്റർ താഴെയുള്ള ഏത് ബിൽഡിങ് പണിഞ്ഞാലും ഫ്രണ്ട് സ്പേസ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്ന സ്പേസ് 3 മീറ്ററും ബാക്കിൽ 2 മീറ്റർ, സൈഡിൽ 1.5 മീറ്ററും മറ്റേ സൈഡിൽ 1 മീറ്റർ. ഇത് 1.2ഉം ഇത് 1.2ഉം ഇത് 1ഉം തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ 1ഉം ഏതെങ്കിലും ഒരു സൈഡിൽ 1.2 മീറ്ററും ആയിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ഫോർ ബിൽഡിങ്സ് എബവ് 10 മീറ്റർ, 10 മീറ്ററിന് മുകളിലാണ് നമ്മൾ വെക്കാൻ പോകുന്ന ബിൽഡിങ്ങെങ്കിൽ 0.5 മീറ്റർ പെർ ഇൻക്രീസ് ഫോർ എവറി 3 മീറ്റർ ഹൈറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് അപ്പാർട്ട് ഫ്രം ദ മിനിമം ഫ്രണ്ട് റെയർ ആൻഡ് ഓപ്പൺ സ്പേസ്. ഓക്കെ, അപ്പോൾ 10 മീറ്ററിന് മുകളിലാണ് നമ്മുടെ ബിൽഡിംഗ് എങ്കിൽ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു 10 മീറ്ററിൻ്റെ ബിൽഡിംഗ് ആണെങ്കിൽ ഇവിടെ 3 മീറ്ററാണ് വിടേണ്ടത്, ഇവിടെ 2 മീറ്റർ വിടണം, ഇവിടെ 1.2ഉം സൈഡിൽ 1 മീറ്റർ. അപ്പോൾ 10 മീറ്റർ വരെയുള്ള ബിൽഡിങ്ങിന് ഇതാണ് കണ്ടീഷൻ. ഇനി സപ്പോസ് നമ്മുടെ ബിൽഡിങ് 13 മീറ്റർ ആണെങ്കിൽ, അതായത് 10 കഴിഞ്ഞ് ഓരോ 3 മീറ്ററിൻ്റെ ഇൻക്രീസിങ്ങിനും ഈ വാല്യൂസ് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന വാല്യൂസ് 0.5 മീറ്റർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10 മുതൽ 13 മീറ്റർ വരെയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഈ 3 എന്നുള്ളത് 3.5 മീറ്റർ ആവും, 2 എന്നുള്ളത് 2.5 മീറ്റർ ആവും, 1.2 എന്നുള്ളത് 1.7 ആവും, 1 എന്നുള്ളത് 1.5 ആവും ഓരോ ഡിസ്റ്റൻസ്. ഇനി അടുത്തത് 16 ആണെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് 16 അല്ല 14 മുതൽ 16 വരെയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നതെങ്കിൽ 3 എന്നുള്ളത് 4 ആവും, 2 പ്രാവശ്യം 0.5 ആഡ് ചെയ്യുക, 2 എന്നുള്ളത് 3 ആവും, 1.2 എന്നുള്ളത് 2.2 ആവും, 1.5 എന്നുള്ളത് 2 ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ബിൽഡിങ് 10 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഓരോ 3 മീറ്റർ ഹൈറ്റിനും 10ൻ്റെ മുകളിലേക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അതാണ് ഓരോ 3 മീറ്റർ ഹൈറ്റിനും 0.5 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യണം. ഏത് വാല്യൂസിന്? നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ വാല്യൂസിന്. നേരത്തെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാ ബിൽഡിങ്ങിന് 3 മീറ്റർ, 2 മീറ്റർ, 1.5, 1 മീറ്റർ. ഈ വാല്യൂസ് 0.5 മീറ്റർ വെച്ചിട്ട് ഓരോ 3 മീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കണം. ഫോർ ബിൽഡിങ്സ് അബവ് 4 സ്റ്റോറീസ് from ground level, a minimum open space of 5 meters is to be provided on any one side contiguous to front side. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിൽഡിങ് 4 സ്റ്റോറി കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് 3+ സ്റ്റോറി ആണെങ്കിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, തേർഡ് ഫ്ലോർ ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് 4 ഫ്ലോറോ അതിന് മുകളിലേക്കോ ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിൽ 5 മീറ്റർ സ്പേസ് വേണം, പ്ലസ് ഇതിൻ്റെ ഏതെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒരു സൈഡിനും കൂടി. അപ്പോൾ ഫ്രണ്ട് സൈഡിന് എന്തായാലും 5 മീറ്റർ വേണം, ഒന്നെങ്കിൽ അതിനോട് സൈഡ് നിൽക്കുന്ന ഈ ഒരു സൈഡിൽ 5 മീറ്റർ വേണം. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് 5 മീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ 5 മീറ്റർ സ്പേസിങ് വേണം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ എന്തായാലും 5 മീറ്റർ വേണം, അപ്പോൾ ഫ്രണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സൈഡിനും കൂടി 5 മീറ്റർ വേണം. ഇതെന്തിനാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 4 മീറ്ററിൽ കൂടുതലുള്ള ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഫയർ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, തീപിടുത്തം എന്തായാൽ ഫയർ എഞ്ചിന് കയറി 2 സൈഡിൽ കൂടെ ഫ്രീ ആയിട്ട് ഓടാൻ പറ്റണം.
അതിനാണ് ഈ 5 മീറ്റർ സ്പേസിങ് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ കോളേജ് ബിൽഡിങ്ങൊക്കെ ഇരിക്കുന്നത് 4-5 നിലയാണ്. അവിടെ ഫ്രണ്ടിലും അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലും 5 മീറ്ററിൻ്റെ ക്ലിയർ സ്പേസിങ് ഉണ്ടാവണം. ആ 5 മീറ്റർ ക്ലിയർ സ്പേസിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ 2 സൈഡിൽ കൂടെയും ഫയർ എഞ്ചിന് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് 2 സൈഡിൽ നിന്നും കൂടി പെട്ടെന്ന് നമുക്ക് ആ തീപിടുത്തം നിർത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെ കേസ്. അപ്പോൾ 10 മീറ്ററിൽ താഴെയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഇതാണ് സ്പേസിങ്. 10 മീറ്ററിന് മുകളിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഓരോ 3 മീറ്ററിനും 0.5 വെച്ച് ഇൻക്രീസ് കൊടുക്കണം. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ് 4 നിലക്ക് മുകളിലാണെങ്കിൽ എന്താണ്, 2 സൈഡിൽ അടുത്ത് കിടക്കുന്ന 2 സൈഡിൽ 5 മീറ്റർ വേണം. അതിനകത്ത് ഒരു സൈഡ് ഫ്രണ്ടും ആയിരിക്കണം. ഇനി അടുത്ത ഒരു ലാസ്റ്റ് ക്ലോസ്, ഫോർ എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഓൺ സ്മോൾ സ്പോട്ട്. സാധാ ചെറിയൊരു വീടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് പ്ലോട്ട് ഏരിയ ലെസ് ദാൻ 125 സ്ക്വയർ മീറ്റർ. അതായത് നമ്മുടെ കയ്യിൽ ആകപ്പാടെ ഉള്ള പ്ലോട്ട് ഏരിയ, നമ്മുടെ ഭൂമിയുടെ ഏരിയ മൊത്തത്തിൽ 125 സ്ക്വയർ മീറ്റർ ഉള്ളൂ. 125 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 സെൻറ്റാണ്. അപ്പോൾ 3 സെൻറ്റോ അതിൽ താഴെയുള്ള പ്ലോട്ടേ നമ്മുടെ കയ്യിലുള്ളൂ. അവിടെയാണ് നമ്മളൊരു ബിൽഡിംഗ് വെക്കാൻ പോകുന്നതെങ്കിൽ ഈ ഇത്രയും കണ്ടീഷൻ വിട്ടാൽ മതി. ഫ്രണ്ട് യാർഡെന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ 1.8 മീറ്ററും ബാക്ക് സൈഡിൽ ബൗണ്ടറിയിലേക്ക് 1 മീറ്ററും പിന്നെ അതിൻ്റെ 2 സൈഡുകൾ, ബിൽഡിങ്ങിൻ്റെ 2 സൈഡിൽ ഒരു സൈഡിന് 0.9 മീറ്റർ സ്പേസിങ് അല്ല ക്ലിയറൻസ് സൈഡും അടുത്ത സൈഡിൽ 0.6 മീറ്ററിൻ്റെ ക്ലിയറൻസും മതി. കാരണം ചെറിയൊരു പ്ലോട്ടാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന വീടും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസിങ് വിട്ടാൽ മതി. വീടിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ സ്പേസ് ആയിട്ട് 1.8 മീറ്റർ, ബാക്ക് സൈഡിൽ 1 മീറ്റർ, ഇനി അതിൻ്റെ 2 സൈഡിൽ ഒരു സൈഡിൽ 0.9 മീറ്ററും ഒരു സൈഡിൽ 0.6 മീറ്ററും മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പേസിങ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള ബിൽഡിംഗ് റൂൾസ്, അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, അതേത് വർഷമാണ് ഉണ്ടായതെന്നും അതിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്ത വർഷം ഏതാണെന്നും പറഞ്ഞു. പിന്നെ ബിൽഡിങ്ങിൻ്റെ കുറേ ടെർമിനോളജീസ് പറഞ്ഞു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ, കവേർഡ് ഏരിയ, വാട്ട് ഈസ് ഫ്ലോർ ഏരിയ റേഷ്യോ, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യൂഷ്വലി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ കവറേജ് ആൻഡ് ഫ്ലോർ ഏരിയ റേഷ്യോ, FAR എന്നായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ പ്ലിന്ത് ഏരിയ ആൻഡ് കാർപ്പറ്റ് ഏരിയ. ചിലപ്പോൾ പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ബിൽഡിങ് തരും, അതിൻ്റെ ഡയമെൻഷനൊക്കെ തരും, ഇത്രയും വലുതൊന്നും തരില്ല. ഇതുപോലത്തെ ഒരു ചെറിയ ബിൽഡിങ്ങും ഇതിൻ്റെ സൈഡൊക്കെ തന്നിട്ട് കാൽക്കുലേറ്റ് പ്ലിന്ത് ഏരിയ ആൻഡ് കാർപ്പറ്റ് ഏരിയ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കീമിന് 2019 സ്കീമുകാർക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ ഇതിനു മുമ്പ് KTUവിൻ്റെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓപ്പൺ സ്പേസ് റിക്വയർമെൻറ്റും പഠിച്ചു. ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട്, ബാക്ക് സൈഡ്, അതുപോലെ അതിൻ്റെ 2 സൈഡുകൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇടേണ്ടതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ട് നമ്പർ 6 ലെക്ചറിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.